ഹായ് ഗൈസ്, വെൽക്കം ടു മൈ ന്യൂ വ്ലോഗ്. ഇപ്പോൾ സമയം 6:30 ആയിട്ടുള്ളൂ. ഇപ്പം എണീറ്റിട്ടേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ മെയിൻ പ്രോഗ്രാം എന്ന് പറയുന്നത്, ഇന്ന് ഞങ്ങൾ ഫാമിലി ആയിട്ട് ഒരു ഫോട്ടോഷൂട്ട് നടത്താനൊരു പ്ലാനുണ്ട്. കുറേ ആയി ഞങ്ങൾ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നു. ഇന്നാണ് അപ്പം അതിൻ്റെ സമയം വന്നേക്കുന്നത്. അപ്പോൾ എന്തായാലും ബാക്കിയുള്ള അപ്ഡേറ്റ്സ് വഴിയേ കാണാം. അപ്പോൾ എനിക്കുള്ള ചായ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചായ കുടിച്ചുകൊണ്ട് ബാക്കിലുള്ളവരുടെ സംസാരം കേട്ടോണ്ടിരിപ്പാണ് പണി. ഇവിടെ മൊത്തം മഴ പെയ്ത് ചെളിയായതുകൊണ്ട് ബെല്ല എന്തോ സൗണ്ട് ഉണ്ടാക്കിയപ്പോൾ ഞാൻ അഴിച്ചു വിട്ടതാണ് ബെല്ലേനെ. ബെല്ല അപ്പോൾ എൻ്റെ ഒപ്പം വന്ന് നിൽക്കുകയാണ്. ഫ്രണ്ടിലേക്ക് മൊത്തം നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ ഈ കാറ് നിർത്തുന്ന സ്ഥലമൊക്കെ ചെളിയാണ്. അപ്പം അങ്ങോട്ടേക്ക് പോകണോ വേണ്ടയോ എന്നുള്ള രീതിക്കാണ് ബെല്ല നിൽക്കുന്നത്. പോണ്ട. നേരം വെളുത്തു കഴിഞ്ഞാൽ ബെല്ല എല്ലാവർക്കും വേണ്ടി വെയിറ്റിംഗ് ആയിരിക്കും. ഓരോരുത്തരും വന്ന് ബെല്ലേനെ ഒന്ന് തൊട്ടും തലോടി ഇരുന്ന ബെല്ല ഹാപ്പി. വാ നടക്ക്. ബെല്ലേനെ അഴിച്ചുവിട്ട് എൻ്റെ സ്നേഹപ്രകടനമാണ് ഈ കാണുന്നത്. ആക്ച്വലി എനിക്ക് ഇങ്ങനെ വ്ളോഗ് എടുക്കാനൊന്നും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അറിയില്ല. അപ്പം കുറേ ആയിട്ട് ആലോചിച്ചിരുന്ന് എന്തായാലും വ്ളോഗ് ചെയ്യാം എന്നുള്ള ഒരു തീരുമാനത്തിലെത്തി. അപ്പം ഇപ്പം ഞാൻ ഈ കുറച്ച് ദിവസങ്ങളായിട്ട് ഫുള്ള് ട്രൈ ചെയ്യലായിരുന്നു. എങ്ങനെ എടുക്കാം, എങ്ങനെ ചെയ്യാം, എന്ത് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുള്ള ട്രൈയിലായിരുന്നു. അപ്പോൾ ഫൈനലി ഞാൻ തീരുമാനിച്ചു, ഇനിയിപ്പോൾ എന്താണെങ്കിലും എന്ത് വേണമെങ്കിലും വരട്ടെ, നമുക്ക് എടുക്കാം. അത് കഴിഞ്ഞിട്ട് അപ്ലോഡ് ചെയ്യണോ വേണ്ടയോ അത് പിന്നെ നോക്കാം, എടുക്കാം എന്ന് ലാസ്റ്റ് തീരുമാനിച്ചു. അതിന് ശേഷമാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. എത്രത്തോളം ഞാൻ എടുക്കുന്ന വീഡിയോസ് പെർഫെക്റ്റ് ആവും, എത്രത്തോളം എൻ്റെ സംസാരങ്ങൾ ശരിയാവും ഒന്നും എനിക്കറിയില്ല. എന്തായാലും നമുക്ക് നോക്കാം, തുടക്കമല്ലേ. ഡൺ. അപ്പോൾ ചായ കുടിച്ച് കഴിഞ്ഞു. ഞാൻ ഇത്രയും നേരം ഇവിടെ നിന്നിട്ടാണ് സംസാരിച്ചത്. സത്യം പറഞ്ഞാൽ ഇപ്പോഴാണ് ഒരു കാര്യം ആലോചിച്ചത്. ഇവിടെ ലവ് ബേർഡ്സിൻ്റെ കൂടുണ്ട്. ഞാൻ സംസാരിച്ചിട്ടുള്ള വോയിസിലൊക്കെ നല്ല സൗണ്ടായിരിക്കും. ഞാൻ ഇപ്പോഴാണ് ആ കാര്യം ആലോചിക്കുന്നത്. ഞാൻ ലവ് ബേർഡ്സിനെ കാണിച്ചു തരാം. കൂട്ടിൻ്റെ ഉള്ളിലൊക്കെ ഉണ്ട്. അപ്പോൾ പുറത്ത് 3-4 കാണുന്നുള്ളൂ. ഇവിടെ നിന്ന് സംസാരിച്ച് കഴിഞ്ഞാൽ ഫുള്ള് ഇവരുടെ ഒച്ചപ്പാടും ബഹളമാണ്. ഇവിടുത്തെ സമയം ഏകദേശം ഒരു 10:30 ആയിക്കാണ്. ഞാൻ ഇപ്പോഴാണ് പല്ല് കേൾക്കുന്നത്. മാക്സിമം എൻ്റെ പല്ല് കേൾക്കുന്ന സ്പോട്ട് ഇവിടെ തന്നെയായിരിക്കും. എനിക്ക് ഇവിടെ നിന്നിട്ട് അങ്ങോട്ട് തുപ്പാനും ഇഷ്ടമാണ്. പിന്നെ അതുപോലെ ഇനി ഇങ്ങനെ പുറത്ത് വ്യൂ ഒക്കെ കണ്ടിട്ട് വേണം പല്ല് തേക്കാൻ. ഉള്ളിൽ ഒന്ന് പല്ല് തേക്കുമ്പം അതൊരു സുഖമില്ല. ഇവരൊക്കെ ഇപ്പോൾ വീട്ടിലുള്ള എല്ലാവരും വിചാരിച്ചേക്കുന്നത് ഞാനൊരു ചുമ്മാ വീഡിയോ എടുക്കണം, ഞാൻ അപ്ലോഡ് ചെയ്യില്ല. ഞാൻ ആക്ച്വലി കൺഫ്യൂസ്ഡാണ്, അപ്ലോഡ് ചെയ്യണോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ. പല്ലിൽ കമ്പി ഇട്ടതുകൊണ്ട് പല്ല് തേക്കാനാണ് ഇപ്പോൾ ഞാൻ എൻ്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ ടൈം എടുക്കുന്നത്. പല്ല് തേക്കുക, ക്ലീൻ ചെയ്യുക, പല്ല് തേക്കുക. ഈ ബ്രഷ് യൂസ് ചെയ്തിട്ട് ആദ്യം ക്ലീൻ ചെയ്യണം. പിന്നെ ഇതിനു വേണ്ടി സെപ്പറേറ്റ് ഒരു ബ്രഷ് ഉണ്ട്, ഈ ബ്രഷ് യൂസ് ചെയ്യണം. എന്നാലേ പല്ല് നീറ്റായിട്ട് വെക്കാൻ പറ്റുള്ളൂ. ഹായ് ഗൈസ്, അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പം ഫുഡ് കഴിക്കണം. ഒരുക്കങ്ങളാണ് ഇനിയിപ്പോൾ ഫുള്ള്. എൻ്റെ ഫേവററ്റ് ഫുഡാണ് ദോശ. ഇന്ന് ദോശയും ചിക്കൻ കറിയാണ്. അപ്പം ഞാനിങ്ങനെ ആസ്വദിച്ച് ഫുഡ് കഴിക്കുകയാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഔട്ട്ഫിറ്റ്. ഇതിലൊരു സർപ്രൈസും കൂടി ഉണ്ട്, നമുക്ക് വെയിറ്റ് ചെയ്ത് കാണാം. ഞാൻ സ്പെക്സ് ഊരി കഴിയുമ്പോൾ വേറൊരാളെ ആയിരിക്കും നിങ്ങൾ കാണാൻ പോവുക. ഓക്കെ, നമുക്ക് റെഡിയാവാം. ഞാൻ യൂസ് ചെയ്യുന്ന സൺസ്ക്രീം ഡെർമാക്കോൻ്റെ ആണ്. ഇവിടെ മിററുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് മാറി നിൽക്കുന്നത്. ഇപ്പോൾ ടാറ്റു ചെയ്തിട്ട് കുറച്ചേ ആയിട്ടുള്ളൂ, അതുകൊണ്ട് മാല ഇടാൻ പറ്റില്ല. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. ഇപ്പം എൻ്റെ അമ്മ വ്ളോഗ് കാണുകയാണെങ്കിൽ ഫസ്റ്റ് മാല എവിടെ നിന്നായിരിക്കും ചോദിക്കുക. അതാണ് ടാറ്റു ചെയ്തതുകൊണ്ട് അത് ശരിക്കും ഒന്നും ഉണങ്ങി വന്നിട്ടില്ല. ഞാൻ അങ്ങനെ ഭയങ്കരമായിട്ട് മേക്കപ്പ് ചെയ്യണ ഒരാളല്ല. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെ, അത് മാത്രം. സ്കിൻ കെയർ അങ്ങനത്തെ കാര്യങ്ങൾ മാത്രമേ ചെയ്യുള്ളൂ. ഞാൻ യൂസ് ചെയ്യണ മേക്കപ്പ് പ്രോഡക്ട്സ് എന്ന് പറയുമ്പോൾ പൗഡർ ഇടാറുണ്ട്, ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യും, ഐലൈനർ,
അത്രേ ഉള്ളൂ. ആക്ച്വലി എൻ്റെ കണ്ണടി അതായത് സ്പെക്സ് യൂസ് ചെയ്യാതിരിക്കുകയാണെങ്കിൽ എനിക്ക് കാഴ്ച വളരെ കുറവാണ്. അതിൻ്റെ എല്ലാ പോരായ്മകളും ഉണ്ട്. ആക്ച്വലി എനിക്ക് എന്നെ തന്നെ ഫ്രെയിമിൽ കാണുന്നില്ല. പൗഡർ ഇട്ട് കഴിഞ്ഞു എനിക്ക് ഏറ്റവും ഫസ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യം ലിപ്സ്റ്റിക് ഇടലാണ്. എന്നാലേ എനിക്കൊരു പെർഫെക്ഷൻ വന്ന പോലെ ഫീൽ ചെയ്യുള്ളൂ. ഇത് ആക്ച്വലി ലിപ്സ്റ്റിക്കിൻ്റെ കഴിഞ്ഞ ബോട്ടിലിൽ ഞാൻ ലിപ് ബാം ആക്കിയേക്കാണ്. അപ്പോൾ ജസ്റ്റ് പുറത്തൊക്കെ പോകുമ്പോൾ പെട്ടെന്നൊന്ന് ഒരു കളറും ആകും, എന്നാൽ ലിപ്സ്റ്റിക് ഇടാത്ത പോലെ ഉണ്ടാവും, ഇട്ട പോലെ ഉണ്ടാവും. അതിന് വേണ്ടിയിട്ട് ഞാനിതിൽ ലിപ് ബാം ആക്കിയിട്ടുണ്ട്. അപ്പം അതാദ്യം തേച്ച് കൊടുക്കാം. ഞാൻ യൂസ് ചെയ്യുന്ന ലിപ്സ്റ്റിക്ക് മെബിലൈൻ്റെ ആണ്. ഇത് നമ്മുടെ പാലക്കാട് ലുലു മാൾ ഓപ്പൺ ആയിപ്പോൾ ഫസ്റ്റ് അവിടെ പോയിട്ട് വാങ്ങിയ സാധനമാണിത്. ഇതിൻ്റെ വില കേട്ടിട്ട് എൻ്റെ കണ്ണ് കളിപ്പിക്കുക. അതാണ് ഇപ്പോഴും എനിക്കുണ്ട് ആ ദുഃഖം, ഇത് വാങ്ങിയതിൻ്റെ ദുഃഖം. എത്രത്തോളം ക്ലിയർ ഉണ്ട് ഒന്നും എനിക്കറിയില്ല ഗൈസ്. സെക്സ് വെച്ചിട്ട് വേണം എനിക്ക് എൻ്റെ വീഡിയോ ഒന്ന് നോക്കാം എങ്ങനെയാണുള്ളത് എന്നുള്ളത്. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി ഐലൈനർ ഇടും. ഐലൈനറൊക്കെ ഡാസ്ലറിൻ്റെയാണ്. ഇത് എൻ്റെ കയ്യിൽ കിട്ടിയിട്ട് ഏകദേശം ഒരു 3 വർഷമായിട്ടാണ്. ഇതിനൊക്കെ എക്സ്പയറി ഡേറ്റ് ഉണ്ട്, പക്ഷെ ഞാൻ അതൊന്നും വല്ലപ്പോഴല്ലേ യൂസ് ചെയ്യാറുള്ളൂ, അതുകൊണ്ട് മാറ്റാറില്ല. ഇവിടെ വേറെ ഇരിപ്പുണ്ട്, സ്റ്റുഡിയോൻ്റെ തന്നെ ഉണ്ട്, പക്ഷെ ഞാൻ അതങ്ങനെ യൂസ് ചെയ്യാറില്ല. എനിക്ക് കുറച്ചുകൂടെ കംഫർട്ട് ഇതാണ്. സ്പെക്സ് വെച്ചു ഇപ്പോഴാണ് അതിൻ്റെ ഒരു ഭംഗി, എനിക്കൊരു ക്ലാരിറ്റി കിട്ടുന്നത് ഇപ്പോഴാണ് സത്യം പറഞ്ഞത്. ഇനി നമുക്ക് മുടിയാണ് ഉണ്ടെങ്കിൽ ഞാൻ അഴിച്ചിടാമെന്ന് വിചാരിക്കുന്നു. അഴിച്ചിടണം, കിട്ടണം, നമുക്ക് നോക്കാം. പോണിട്ടയിൽ തന്നെ കിട്ടാം. ഫ്രണ്ടിൽ കുറച്ചുകൂടെ ഹെയർ ലാസ്റ്റ് എടുത്ത് ഫ്രണ്ടിൽ കട്ട് ചെയ്തിട്ടിടാനുള്ള ഹെയർ വെച്ചിട്ടുണ്ട്. ബട്ട് എന്തോ ഞാനിപ്പോൾ കുറേ ആയിട്ട് അങ്ങനെ ഇടാറില്ല. കുഴപ്പമില്ല. നമുക്ക് ഇവിടുന്ന് ഹെയർ എടുക്കാം. അയ്യോ പിന്നീട് നമുക്ക് ഇങ്ങനെ നോക്കുമ്പോൾ ശരിക്കും ആ ഒരു ഔട്ട്ലുക്ക് കിട്ടില്ല. അപ്പം ഞാനിതാ റെഡി ആയിട്ട് പുറത്തേക്ക് വന്നിട്ടുണ്ട്. അപ്പം നേരത്തെ പറഞ്ഞൊരു സർപ്രൈസ് ഉണ്ട്, അതിപ്പം ഞാൻ നിങ്ങളെ കാണിക്കുന്നതായിരിക്കും. അപ്പം നമ്മുടെ ക്യാമറയും കൊണ്ട് അഫ്സൽ വന്നിട്ടുണ്ട്. അവനോട് ക്യാമറയൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് അഫ്സൽ. അപ്പോൾ ക്യാമറേൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ സർപ്രൈസ്. ഞങ്ങളെല്ലാവരും ബ്ലാക്ക് ഡ്രസ്സ് ഇട്ടിട്ടാണ് ഇന്നത്തെ ഫോട്ടോഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഫോട്ടോ എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങളിങ്ങനെ പോസ് ചെയ്തുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്. ഇത് ട്രയലാണ്. അപ്പോൾ ട്രയൽ കഴിഞ്ഞിട്ട് ഒറിജിനൽ ഫോട്ടോസൊക്കെ ഞാൻ കാണിച്ചു തരാം. എന്തായാലും നമുക്ക് നോക്കാം. നമ്മൾ വ്ളോഗ് എടുത്തോണ്ടിരിക്കുകയാണ്. നമ്മുടെ വീടിന്റെ ഫ്രണ്ടിൽ തന്നെയാണ് എല്ലാവരും. ഇതെന്റെ അനിയനും അനിയന്റെ വൈഫുമാണ്. ഞങ്ങൾക്ക് എല്ലാവർക്കും മറ്റേ കറുത്തുവാവാണ്. കറുത്തുവാവിൽ ഞങ്ങൾ കറുപ്പിട്ടിട്ട് നമ്മള് ചേർന്ന് നിൽക്കണ്ട ഇങ്ങനെ. ആ കൈ പുറത്ത് ഉള്ളിക്കാക്കോ. എന്റെ ഇതാ സെലിൻ ചേച്ചിന്റെ ഞാൻ ഒരുപാട് വളഞ്ഞിരിക്കണ്ടോ? ഇല്ല ഇല്ല, ശരിക്ക് ഞാൻ സുന്ദര കളിയാക്കണ്ട. അപ്പൊ വീട്ടിലുള്ള ഫോട്ടോഷൂട്ട് കഴിഞ്ഞു. ഞങ്ങളപ്പം തൊട്ട് അടുത്ത ഇവിടെ ഒരു സ്പോട്ട് ഉണ്ട്, അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഫോട്ടോസ് എടുക്കാൻ. എല്ലാരും ഉണ്ട്, അച്ഛനുണ്ട്, അമ്മയുണ്ട്, കുറെ പേര് ഫ്രണ്ടിൽ നടന്നു പോകുന്നു. എല്ലാവരും സെക്ഷൻ വൈസ് ഫോട്ടോ എടുത്തോണ്ടിരിക്കുകയാണ്. അവരെ കാണാം, അവരെയാണ് കാണുന്നത്. അവരെ കാണാം. ഏകദേശം എല്ലാവരുടെയും ഫോട്ടോസ് എടുത്തു തീരാറായിട്ടുണ്ട്. അച്ഛനും സെല്ലും കൂടെ ഫോട്ടോ എടുക്കുകയാണ്. അതാണ് ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നത്. ഫോട്ടോ എടുക്കലെല്ലാം കഴിഞ്ഞു. ഞാൻ വ്ളോഗ് എടുക്കുന്നതിൻ്റെ ഇടയിൽ ജിജി വന്നിട്ട് ഓരോന്ന് കാണിക്കുന്നുണ്ട്. ഫോട്ടോഷൂട്ട് എല്ലാം കഴിഞ്ഞു. ഞങ്ങളിതാ വീട്ടിലെത്തി. ഇവിടെ പാക്കിങ് ഐറ്റംസ് ഒക്കെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതാ വീട്ടിൽ വന്നു, റൂമിൽ ഇരുന്നിട്ടേ ഉള്ളൂ. നല്ല ടയേർഡായി. എന്താണെന്ന് വെച്ചാൽ ഇത്രയും ദിവസം നമുക്കിവിടെ മഴയുടെ പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു. ഇന്ന് നല്ല വെയിൽ, അതും പാലക്കാട് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത വെയിൽ. പൊതുവെ പാലക്കാട് വെയിൽ വരുമ്പോൾ എങ്ങനെയാണെന്ന് അറിയാമല്ലോ നിങ്ങൾക്ക്. അപ്പോൾ എടുത്ത ഫോട്ടോസ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. നിങ്ങളെല്ലാവരും അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇത് ഞങ്ങളുടെ സ്വന്തം സ്റ്റുഡിയോ ആണ്, ഇമോജി വെഡ്ഡിങ് കമ്പനി. ഫോട്ടോസ് എഡിറ്റ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ അനിയനിതാ ഫോട്ടോസൊക്കെ ഇരുന്ന് എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ ഫാമിലി ഫോട്ടോസ് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് തീമിൽ ആക്കാനാണ് വിചാരിക്കുന്നത്.
പിന്നെ സെപ്പറേറ്റ് എടുത്ത കുറേ ഫോട്ടോസും ഉണ്ട്. അത് നമ്മുടെ ഇഷ്ടത്തിന് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാ ഫോട്ടോസും കാണിക്കാൻ പറ്റിയില്ലെങ്കിലും ഞാൻ നിങ്ങളെ ഫോട്ടോസ് കാണിക്കാം. ഫോട്ടോസ് എങ്ങനെയുണ്ട്? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എന്തായാലും കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ. അതേപോലെ നിങ്ങൾക്ക് ആരെയാണ് ഇതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്നും കമൻറ്റ് ചെയ്യണം. ബാക്കിയുള്ള ഫോട്ടോസ് ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. താല്പര്യമുള്ളവർക്ക് അവിടെ പോയി കാണാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ.